ജ്വലിപ്പിക്കുന്ന അഗ്നി. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിക്കുന്ന പക്ഷം അവൻ ഒരിക്കലും മരിക്കുകയില്ല. വിശുദ്ധ യോഹന്നാൻ 8:51. വിശുദ്ധ ആത്മാക്കളെല്ലാം തിരുവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം കെട്ടിപ്പടുത്തവരാണ്. അവരുടെ പ്രവർത്തനങ്ങളുടെയെല്ലാം ചോദക ശക്തി തിരുവചനമായിരുന്നു. ആധുനിക ലോകത്തിന് മാതൃകയും മിഷണറിമാരുടെ മധ്യസ്ഥയുമായ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം ഇതിനൊരു ഉദാഹരണമാണ്. കുഞ്ഞാത്മാക്കൾക്ക് പോലും അനുകരിക്കാവുന്ന സ്വർഗത്തിലേക്കുള്ള ഒരു കുറുക്കു വഴി, ആധ്യാത്മിക ശിശുത്വത്തിൻ്റെ പാത നമുക്ക് തുറന്നു തന്നുവെന്നതാണ് വിശുദ്ധയുടെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ നേട്ടം. ഇതിനുള്ള പ്രകാശം അവൾക്ക് ലഭിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നുകൊണ്ട് കുഞ്ഞാത്മാവായ തനിക്ക് ദൈവം നൽകുന്ന പ്രത്യേക സന്ദേശം എന്താണെന്ന് അന്വേഷണം നടത്തിയ അവൾക്ക് സംതൃപ്തി പകർന്ന വചനങ്ങളാണ് സുഭാഷിതം 9:4, ഏശയ്യ 66:12-13 വരെയുള്ള വാക്യങ്ങളും. നിങ്ങളിൽ തീരെ കുഞ്ഞായിട്ടുള്ളവൻ എൻ്റെ അടുക്കൽ വരുവിൻ. സുഭാഷിതം 4. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടത്തുകയും മടിയിലൊരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെപ്പോലെ നിന്നെ ആശ്വസിപ്പിക്കും. ഏശയ്യ 66:12-13 വരെ. വിശുദ്ധ ഗ്രന്ഥ വായന ഒരു ഹരമായി തീർന്ന വിശുദ്ധ ചെറുപുഷ്പം ആവേശത്തോടെ പറയുന്നു, നമ്മുടെ ആത്മാവുകൾ വീണ്ടും വീണ്ടും പോയി മേയാൻ കൊതിക്കുന്ന താഴ്വരകളാണ് വിശുദ്ധ ഗ്രന്ഥം. തിരുവചന ചൈതന്യം അക്ഷരം പ്രതി ജീവിച്ച മറ്റൊരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി. മാനസാന്തരത്തിലേക്ക്, ഈശോയുടെ ജീവിതശൈലി സ്വന്തമാക്കുവാനുള്ള തീരുമാനത്തിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ തിരുവചനം അക്ഷരാർത്ഥത്തിൽ തന്നെ ജീവിക്കുന്ന ഫ്രാൻസിസിനെയാണ് നാം കാണുക. വചനവുമായി അഭേദ്യമാം വിധം താതാത്മ്യപ്പെട്ടുകൊണ്ട് വചനത്തിന് പുതിയ മാനങ്ങൾ അദ്ദേഹം കണ്ടെത്തി. ഒരുവൻ്റെ ജീവിതത്തെ ഒന്നാകെ മാറ്റിമറിക്കാൻ വചനത്തിന് കഴിയും. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവ് സൃഷ്ടിച്ച സംഭവം നമുക്കറിയാം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? വിശുദ്ധ മത്തായി 16:26. ഈ വചനം കർണപ്പുടങ്ങളിൽ മുഴങ്ങിയപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മുഴുവനിലും തുളച്ചു കയറുന്ന അനുഭവമായി. ജീവിതമാകെ വ്യതിയാന വിധേയമാകുന്ന കാഴ്ച നാം കാണുന്നു. മറ്റൊരു വിശുദ്ധനായ അഗസ്റ്റിൻ്റെ മാനസാന്തരം എല്ലാത്തരം സന്തോഷങ്ങളിലും മുഴുകി ജീവിച്ചവനായിരുന്നു വിശുദ്ധ അഗസ്തിനോസ്. തിന്മയുടെ ബന്ധനങ്ങളിൽ വരിഞ്ഞു മുറുകിയ ജീവിതം. മുറ്റത്തു ലാത്തുമ്പോൾ മനസ്സിൽ മുഴുങ്ങിയ മന്ത്രം എടുത്തു വായിക്കൂ. മുറിയിൽ കയറി മേശപ്പുറത്തിരുന്ന പുസ്തകം തുറന്നു. റോമ 13:13. ഇത് ഹൃദയത്തെ സ്പർശിച്ചു, ജീവിതത്തെ പിടിച്ചു കുലുക്കി. അവിടെ ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ പുതിയ ജീവിതം. പാറ പോലെ കഠിനമായ ഏതൊരു ഹൃദയത്തെയും തകർക്കാൻ ശക്തമാണ് ദൈവവചനം. അതിൻ്റെ അഗ്നിജ്വാലകളിൽ തിന്മ കത്തി ചാമ്പലാവും. ജെറേമിയാസ് പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ്. ജെറേമിയ 23:29. പ്രകാശത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് നമ്മുടെ ആത്മാവിൽ പ്രകാശം പരത്തുക എന്നത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. വിശുദ്ധ യോഹന്നാൻ 12:24. സഹനത്തിൻ്റെ തീച്ചൂളയിൽ സ്ഫുടം ചെയ്ത് വളരെയേറെ ഫലം പുറപ്പെടുവിച്ച വിശുദ്ധ അൽഫോൺസാമയെ ഏറെ സ്പർശിച്ച വചനമാണിത്. ദൈവവചനം ശ്രവിക്കുകയും വിശ്വാസപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുന്നത്. വചനത്തോട് ഗാഢമായി ബന്ധം പുലർത്തിയ വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് വചനം മാംസമാകാൻ പിതാവായ ദൈവത്തിന് സമ്മതം കൊടുത്ത നിമിഷം മുതൽ കുരിശിൻ്റെ ചുവട്ടിൽ എത്തുന്നതുവരെ ആ ജീവിതം എത്രയേറെ അഗ്നിപരീക്ഷകളിലൂടെയാണ് കടന്നുപോയത്. ഒത്തിരിയേറെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ, വിശുദ്ധ ആത്മാക്കളെപ്പോലെ തിരുവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതശൈലി സ്വന്തമാക്കിയാൽ നാമും മരിക്കുകയില്ല. നമ്മെ പിടിച്ചു കുലുക്കുന്ന, മാറ്റം വരാൻ പ്രേരിപ്പിക്കുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന വചനം തിരഞ്ഞെടുത്ത് ജീവിക്കുക.
അത് ജീവിതത്തെ പച്ചക്കെടാതെ നിലനിർത്തും. കർത്താവിൻ്റെ വചനം നമ്മിൽ അനർത്ഥമാകും. ആരെങ്കിലും എൻ്റെ വചനം പാലിക്കുന്ന പക്ഷം അവൻ ഒരിക്കലും മരിക്കുകയില്ല. ദൈവം നമുക്ക് നൽകുന്ന പ്രത്യാശയുടെ സ്വരമാണ് തിരുവചനം. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ജീവിതത്തെ ആകമാനം അത്യന്തം നിയന്ത്രിച്ചിരുന്ന ഒരു വചനമാണ് കർത്താവ് എൻ്റെ ഓഹരിയും പാനപാത്രവും, സങ്കീർത്തനം 16:5 എന്നത്. ശക്തിയേറിയ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചപ്പോഴും ആ ജീവിത നൗക ഈ തിരുവചനത്തിൽ നങ്കൂരമുറപ്പിച്ചു നിന്നു. പള്ളികളിൽ അദ്ദേഹം വചനപ്രസംഗം നിർബന്ധമാക്കി. പ്രസംഗപീഠത്തിലെ സിംഹം എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു. കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു മുഹമ്മദ് കാസിം മാമോദിസ സ്വീകരിച്ച് തോമസ് കുട്ടിയായതിനു ശേഷം ലൂർദ് പള്ളിയിൽ ക്ലാസ് എടുക്കുവാൻ വന്നു. ധാരാളം സിസ്റ്റേഴ്സും അച്ഛന്മാരും ഭക്തസംഘടനാ ഭാരവാഹികളും ഇടവകക്കാരും എല്ലാമുണ്ട്. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, ഒരു ക്രിസ്ത്യാനി ആയതിൽ നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? പലരും മാറി മാറി പല ഉത്തരങ്ങളും പറഞ്ഞു. അദ്ദേഹത്തിന് സംതൃപ്തിയായില്ല. അയാൾ പറഞ്ഞു, ഞാനൊരു സത്യന്വേഷിയാണ്. ഞാൻ എൻ്റെ മതത്തിലേക്ക് തിരിഞ്ഞു. അള്ളാഹ് ജനിച്ച് തൻ്റെ ദൗത്യം കഴിഞ്ഞ് മരിച്ചുപോയി. ഞാൻ ഹിന്ദു മതത്തിലേക്ക് തിരിഞ്ഞു. മരിക്കാത്ത ദൈവത്തെ കണ്ടില്ല. ഞാൻ ക്രിസ്തു മതത്തിലേക്ക് ഇറങ്ങി. ജനിച്ച് പാടുപീടകളിലൂടെ കുരിശുമരണത്തിലൂടെ എന്നെയും ലോകജനത്തെ മുഴുവൻ രക്ഷിച്ച് ഉത്ഥാനം ചെയ്ത് എന്നോടുകൂടി ആയിരിക്കുന്നവനെ ഞാൻ കണ്ടെത്തി. ഇന്നും ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ എന്നോട് കൂടെയുണ്ട് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. വചന പ്രഘോഷണത്തിന് ഒരു പ്രത്യേക കൃപ അദ്ദേഹത്തിനുണ്ടായിരുന്നു. താൻ എങ്ങനെ വചനം ജീവിതബന്ധിയാക്കുന്നുവെന്ന് അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ കേട്ടിരുന്നവരെല്ലാം തരിച്ചു നിന്നുപോയി. എൻ്റെ വചനം ആത്മാവിൻ്റെ ഭക്ഷണമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ക്ലാസ് ആരംഭിച്ചത്. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളും വചനം ജീവിതബന്ധിയാക്കുവാനും പ്രഘോഷിക്കുവാനുമുള്ള തീഷ്ണതയാൽ ജ്വലിക്കുകയായിരുന്നു.